സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന CAG റിപ്പോർട്ട്. ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ കാലതാമസമുണ്ടായി. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും വിമർശനം. മൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ വെള്ളവും ആഹാരവും ഉറപ്പുവരുത്തിയില്ലെന്നും വന്യജീവികൾ നാട്ടിലിറങ്ങാൻ ഇത് കാരണമായെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സർക്കാർ വീഴ്ചകളുടെ നീണ്ട നിര അക്കമിട്ട് നിരത്തുകയാണ് CAG റിപ്പോർട്ട്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചില്ല. മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും ഉൾക്കാട്ടിൽ ഉറപ്പുവരുത്തുന്നതിലും വനം വകുപ്പ് പരാജയം. വന്യജീവികൾ നാട്ടിലിറങ്ങാൻ ഇതു കാരണമായി. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ല. കയ്യേറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടു. വനംഭൂമി കയ്യേറ്റം തടയാതിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമായി. വനഭൂമി KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വനേതര പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്തു. അക്രമകാരികളായ ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കണമെന്ന് കേന്ദ്ര വനം മന്ത്രാലയം നിർദ്ദേശിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ അതിൽ പരാജയപ്പെട്ടു. 2018 പാലക്കാട് DFO 5.63 കോടി രൂപ ചെലവാക്കി 3 റേഡിയോ കോളർ വാങ്ങി. ഈ കോളർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയെടുക്കാൻ ഇന്നേ വരെ സംസ്ഥാന വനം വകുപ്പിന് കഴിഞ്ഞില്ല. വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞു. 1811.35 സ്ക്വയർ കിലോമീറ്റർ വനമുണ്ടായിരുന്നത് 2021 863.86 സ്ക്വയർ കിലോമീറ്ററായി കുറഞ്ഞു. 947.49 സ്ക്വയർ കിലോമീറ്റർ വനവിസ്തൃതിയാണ് കുറഞ്ഞത്. തോട്ടങ്ങൾക്കും കൃഷികൾക്കുമായി വനഭൂമി ഏറ്റെടുത്തതോടെയാണ് വിസ്തൃതി കുറഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ കടന്നുകയറ്റവുമാണ് വനത്തിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചതെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2017 മുതൽ 2021 വരെ സംസ്ഥാനത്ത് 29,798 വന്യജീവി ആക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 445 പേരുടെ ജീവൻ നഷ്ടമായി. വയനാട്ടിൽ മാത്രം 6,161 കേസുകൾ. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്ന്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ സർക്കാരിനെ വേട്ടയാടുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വനം വകുപ്പും സർക്കാരും പറയുമ്പോഴും ജനങ്ങൾക്ക് അത് പ്രകടമാകുന്നില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ പുറത്താണ് സർക്കാരിന് ഇരട്ടി പ്രഹരമായി CAG റിപ്പോർട്ട് കൂടി വന്നു വീഴുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.